നമ്മൾ തുടക്കത്തിൽ സ്കൂൾ പ്രവേശനോത്സവ വാർത്തകൾ കണ്ടു. സ്കൂൾ പ്രവേശനോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. തിരുവനന്തപുരത്താണ് സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം. കണ്ണൂർ ബാംബ സ്കൂൾ അടച്ചുപൂട്ടുന്ന വാർത്തയും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടു. അതുപോലെ തന്നെ മറ്റൊരു സ്കൂൾ കൂടിയുണ്ട് മലപ്പുറത്ത്. പുലാമന്തോൾ ALP സ്കൂളിലാണ് താഴ് വീഴുന്നത്. കുട്ടികളില്ലാത്തതാണ് ഈ സ്കൂളും പൂട്ടാൻ കാരണം. CB അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുന്നു. അനുമോദ്, പുലാമന്തോൾ സ്കൂൾ ഒരുപക്ഷെ ഒരുപാട് ചരിത്രമൊക്കെയുള്ള ഒരുപാട് കുരുന്നുകളുടെ കാഴ്ചകളൊക്കെ കണ്ട ഒരു സ്കൂളാണ്. അവിടെ ഇപ്പോൾ ഇന്ന് അത്ര സുഖകരമല്ല കാര്യങ്ങൾ. എന്താണ് സ്കൂളുമായി ബന്ധപ്പെട്ടവർക്ക് പറയാനുള്ളത്? ഇങ്ങനെ കുട്ടികളില്ലാതാകുന്നതിന് പലവിധ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ. രഞ്ജിത്ത്, നമ്മൾ പുലാമന്തോളിലാണ് നിൽക്കുന്നത്. എനിക്ക് പിന്നിൽ കാണാം AMLP സ്കൂൾ പാലൂർ പോസ്റ്റ് പുലാമന്തോൾ. മറ്റെല്ലാ സ്കൂളിലും ഇന്ന് രാവിലെ പ്രവേശനോത്സവത്തിൻ്റെ ആരവം മുഴങ്ങുമ്പോൾ ഇവിടേക്ക് നമ്മൾ കടക്കുമ്പോൾ നിശബ്ദമാണ് ഈ സ്കൂള്. സ്ഥലപരിമിതി തന്നെയാണ് ഈ സ്കൂളിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ആകെ ഒരു 4 മുറി കെട്ടിടം മാത്രമാണുള്ളത്. വർഷങ്ങൾ പഴക്കമുള്ള ഒരു കെട്ടിടം. ഏകദേശം ഒരു നൂറ്റാണ്ടോളം പഴക്കമുണ്ട് ഈ സ്കൂളിന്. സ്വാതന്ത്ര്യത്തിന് മുൻപേ ഉള്ള സ്കൂളാണ് എന്നാണ് ചരിത്രം അറിയുന്നവരൊക്കെ പറയുന്നത്. ഈ പുലാമന്തോൾ നഗരത്തിൻ്റെ ഹൃദയത്തിൽ എന്ന് തന്നെ പറയാം. ഹൃദയത്തിലാണ് ഈ സ്കൂൾ നിൽക്കുന്നത്. അപ്പോൾ സ്ഥലപരിമിതി മുതൽ ഇവിടെ പലവിധ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കുട്ടികളും വളരെ കുറവാണ് സ്കൂളിൽ. അതുകൊണ്ട് ഈ സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്നാണ് മാനേജ്മെൻറ്റ് പറയുന്നത്. നമ്മളൊപ്പം ഇവിടുത്തെ ജനപ്രതിനിധികളും അതേ പൊതുപ്രവർത്തകരും മാനേജ്മെൻറ്റ് പ്രതിനിധിയൊക്കെ ഉണ്ട്. ആദ്യം മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികൾ നമുക്ക് പോകാം. അതുരമൊക്കെ എന്തുകൊണ്ടാണ് ഇത്തവണ സ്കൂളിൽ പ്രവേശനോത്സവമൊന്നും ഇല്ലാത്തത്? സ്കൂള് അടച്ചുപൂട്ടുന്നതിൻ്റെ വക്കിലാണോ ഇപ്പോൾ? എന്തുകൊണ്ടാണ് അത്? വലിയ കുട്ടികൾക്കുള്ള വലിയ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളത് ഒരുക്കി കൊടുക്കാൻ നമുക്ക് പറ്റാത്തതാണോ? ഇപ്പം അതിനുള്ള സൗകര്യം ഇല്ല. അതാണ് കുട്ടികളുണ്ടെങ്കിലല്ലോ അതിന് ചെയ്യാൻ പറ്റുള്ളൂ. അതൊന്നും കുട്ടികളില്ല. ഈ പ്രേമലത ടീച്ചർ മെമ്പറാണ് ഇവിടുത്തെ. ടീച്ചറെ, ഒരു സ്കൂൾ അടച്ചു കൂട്ടാന്ന് വെച്ചാൽ ടീച്ചർ കൂടിയാണല്ലോ. ആർക്കും അത്ര വേദന ഉണ്ടാക്കുന്നൊരു സാഹചര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്? ഇത് സ്കൂൾ അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു അധ്യാപിക എന്ന നിലയിൽ വളരെ വിഷമം തോന്നി. അങ്ങനെ ടീച്ചർ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ പ്രധാന കാരണം കുട്ടികളില്ലാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു 12 കുട്ടികൾ ഉണ്ടായിരുന്നു, 2 അധ്യാപകരും. അത് ഇപ്രാവശ്യം ഒരു 8 കുട്ടികൾ TC പിന്നെ പ്രൊമോഷനായിട്ട് പോയി 5ാം ക്ലാസ്സിലേക്ക്. ബാക്കിയൊരു 3 കുട്ടികൾ ആണ് നിലവിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 കുട്ടികളെ വെച്ചിട്ട് 2 ടീച്ചേഴ്സ് ഒരു സ്കൂൾ കൊണ്ടു നടക്കാന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടായതുകൊണ്ട് അവരും നിർബന്ധിത TC മേടിച്ച് പോയി. പക്ഷേ നമ്മളെ ഈ പുലാമന്തോളിൻ്റെ ഹൃദയഭാഗത്ത് എക്കാലം 100ൻ്റെ അപ്പുറത്തെ അല്ലേ വർഷങ്ങൾ നിലനിന്നിരുന്നൊരു സ്കൂള്, സ്വാതന്ത്ര്യ സമര സേനാനി വാപ്പുട്ടി മാഷ് സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്കൂള് അടച്ചുപൂട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു വിഷമം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ്. ഞങ്ങളുടെ ആഗ്രഹം ഇത് നിലനിർത്തണം എന്നാണ്. പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ആഗ്രഹവും ഇത് നിലനിർത്തി ഒരു സ്കൂളായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. പക്ഷേ കുട്ടികൾ വരാൻ തയ്യാറാണെങ്കിൽ ഞങ്ങളതിന് പൂർണ്ണ സഹകരണം ലഭ്യമാക്കി കൊടുക്കും. അതുപോലെ തന്നെ കുട്ടിശങ്കരട്ടൻ ചേരുന്നുണ്ട്. ഒരു സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള സ്കൂളാണല്ലോ ഇതിൻ്റെ ചരിത്രം. ഇതിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടേ തുടങ്ങാമല്ലേ? ഈ സ്കൂള് സ്വാതന്ത്ര്യ സമരത്തിന് മുന്നേയുള്ള സ്കൂളാണെന്ന് മാത്രമല്ല, ഈ പ്രദേശത്തുള്ള പൊതുപ്രവർത്തനത്തിന് വലിയ പിന്തുണ എന്നൊരു സ്കൂളും കൂടിയത്. മുൻകാലഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആയാലും ശരി, മറ്റ് സർക്കാർ മേഖലയിലുള്ളതാണെങ്കിലും ശരി, ഒരു ചെറിയ യോഗ ഇരിക്കണമെങ്കിൽ പോലും ഓഡിറ്റോറിയങ്ങളും അതുപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളും ഇല്ലാത്ത കാലത്ത് ഈ സ്കൂളിനെയാണ് ആശ്രയിച്ചിരുന്നത്. അന്ന് KSYFൻ്റെയും DYFIയുടെ ഒക്കെ യോഗം വിളിക്കുന്നതിനടക്കം ഞാൻ വാപ്പുട്ടി മാഷ സ്കൂളിൽ ഈ ഗേറ്റിൻ്റെ താക്കോലേ മേടിക്കണ്ടു. അന്ന് ഇതിന് ചുമരൊന്നുമില്ല, പട്ടപ്പര, ഈ 85-ന് മുമ്പ്. അപ്പോൾ അതിൻ്റെ താക്കോലും മേടിച്ച് ഇവിടെയാണ്. അത് DYFIയുടെയും KSYFൻ്റെയും അല്ല, കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, മുസ്ലിം ലീഗ് ഒക്കെ എല്ലാറ്റിൻ്റെയും യോഗങ്ങളടക്കം ചേർന്നിരുന്നത് ഈ സ്കൂളിലാണ്. അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ പൊതുവായ വളർച്ചയ്ക്ക് ഉപയോഗപ്പെടുത്തിയിരുന്നൊരു സ്ഥാപനമാണ് പൂട്ടിപ്പോകുന്നത്. ഒരു സ്കൂൾ പൂട്ടിപ്പോവുക എന്ന് പറഞ്ഞാൽ, ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും CPMൻ്റെയും പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPMഉം ഒരു വിദ്യാഭ്യാസ നയം എന്നുള്ളത് അംഗീകരിച്ചിട്ടുള്ളത് പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ള നയം അനുസരിച്ചാണ് കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഗവൺമെൻറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കണ്ടതും അതിനെ വളർത്തിയെടുത്തതും.
അതിപ്പോൾ ഈ ചാനൽ റിപ്പോർട്ടൊക്കെ ചെയ്യണം നിങ്ങൾക്ക് അറിയാം. രാമന്തോൾ ഹൈസ്കൂളിനടക്കം പിന്നെ 3 കോടിയിലധികം ഉറുപ്പ്യ പിന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കേരളത്തിലുള്ള പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഗവൺമെൻറ് വലിയ ഒരു മിഷൻ തന്നെ തയ്യാറാക്കി വലിയ പ്രവർത്തനം നടത്തിയത്. ആ പ്രവർത്തനത്തിൻ്റെ ഒപ്പം ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 2 വിഭാഗമുണ്ട്. ഒന്ന് ഗവൺമെൻറ് സ്കൂളുകൾ, 2 മാനേജ്മെൻറ്റ് എയ്ഡഡ് സ്കൂളുകൾ. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ്റിന് കഴിയാതാ ഗവൺമെൻറ് സ്കൂളിൻ്റെ. അപ്പോൾ ഗവൺമെൻറ് സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് അവിടെ കുട്ടികളുടെ പിന്നെ തിക്കും തിരക്കും കൂടുക. അതിൻ്റെ ഒപ്പം ഓടിയെത്താൻ എയ്ഡഡ് സ്കൂൾക്ക് കഴിയേണ്ടതായിരുന്നു. പല സ്കൂളുകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് സംഭവിക്കാതിരുന്നത് എന്ന് കരുതുന്നത്? അപ്പോൾ പലൊരു സ്കൂളിലൊക്കെ ഇപ്പോൾ വളരെ ഡെവലപ്മെൻ്റ് ഉണ്ട്. LP സ്കൂളിലൊക്കെ ഇവിടെ 2-3 കാരണങ്ങളെ കൊണ്ടാണ് അത് സംഭവിക്കാതിരുന്നത്. ഒന്ന്, ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യമില്ല, സ്കൂൾ സ്ഥലം കുറവാണ് ഒന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, മാനേജ്മെൻറ്റിനെ അലട്ടുന്നൊരു വിഷയം എന്താ വെച്ചാൽ രാമന്തോൾ അങ്ങാടിയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഒരു സ്ഥലം. അത് ഈ സ്ഥലത്തിൽ നിന്ന് സെൻറ്റിന് ഒരു എത്ര വില മതിക്കാന്ന് അറിയില്ല, ഇവരെത്ര പറയാന്നറിയില്ല, അത്ര വാല്യുവേഷനുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു LP സ്കൂൾ നടത്തുന്നത് സാമ്പത്തികമായിട്ട് മാനേജ്മെൻറ്റിന് നഷ്ടമാണെന്നുള്ളത് കുറേ കാലം മുമ്പ് ബോധ്യമുണ്ട്. അപ്പോൾ അവർക്കതിനോട് താല്പര്യക്കുറവുണ്ട്. അത് സ്വാഭാവികമായിട്ട് വരുന്നതാണ്. രണ്ടാമത്തെ ഒരു വിഷയം, ഇതിൽ സാധാരണ രീതിയിൽ 2 രീതിയിലാണല്ലോ സ്കൂളുകളുടെ പിന്നെ വളർച്ച. ഒന്ന്, അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അത് മാനേജ്മെൻറ്റ് ചെയ്യേണ്ട. 2, പഠന നിലവാരം ഉയർത്തുക, അതാരാ ചെയ്യേണ്ടത്? അധ്യാപകരാണ് ചെയ്യേണ്ടത്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനും പഠന നിലവാരം ഉയർത്താനും കൂട്ടായിട്ട് പ്രവർത്തിക്കേണ്ടത് ആരാ? പിന്നെ രക്ഷാകർതൃ സമിതി. ഈ 3ഉം കൂടി യോജിച്ചുകൊണ്ടുള്ള ഒരു നല്ല പ്രവർത്തനം നടത്താൻ അവിടെ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ എന്താണത്, അടച്ചുപൂട്ടാൻ തന്നെയാണോ അന്തിമമായിട്ടുള്ള തീരുമാനമുള്ളത്? അതാ ഞാൻ തന്നെ അടച്ചുവിടാന്നുള്ള തീരുമാനം. തുറന്നു കൊണ്ടുപോകാൻ ഒരു വഴിയില്ല? ഇല്ല, ഒരു വഴിയില്ല. അറിയിച്ചോ? അതാ സർക്കാരിനെ അറിയിച്ചോ? അറിയിച്ചിട്ടില്ല, നടന്നുകൊണ്ടിരിക്കണം. ടീച്ചറെ, അധ്യാപകർക്ക് പുനർനിയമനം കിട്ടും, പക്ഷേ ഇല്ലാതാവുന്നത് നാടിൻ്റെ എല്ലാം സ്പന്ദനമായിരുന്ന ഒരു കാലം കൂടിയാണല്ലേ? അതെ അതെ. രക്ഷിതാക്കൾ, അവരുടെ മക്കൾ, കാരണം വളരെ സാധാരണക്കാരായ രക്ഷിതാക്കളുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു അവസരം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ കഴിയില്ല. പിന്നെ ഒരു 2-3 കിലോമീറ്റർ അപ്പുറം സ്കൂളുണ്ട്, പിന്നെ പാലൂർ ALP ഉണ്ട്, പുലാമന്തോൾ UP ഉണ്ട്. എന്നിരുന്നാലും ഇതിൽ പഠിച്ച ഒരുപാട് വിദ്യാർത്ഥികൾ വളർന്ന് വലുതായി പന്തലിച്ച് വളരെ ഉയർന്ന നിലയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്കൂളില്ലാതാവുന്നു പറയുമ്പോൾ അവരുടെ എല്ലാം ഓർമ്മകൾ കൂടിയാണല്ലേ? അവരുടെ എല്ലാം ഓർമ്മകൾ വളരെയധികം സങ്കടകരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇത് നമുക്ക് അംഗീകരിച്ചേ പറ്റൂ അല്ലേ? അല്ല, എനിക്കൊരു വേറെ അഭിപ്രായമുണ്ട്. ഈ സ്കൂൾ ഇവിടെ സ്ഥാപിതമായ തന്നെ ഒരു ദേശീയ ബോധത്തിൻ്റെ ഭാഗമായിട്ടാണ്. ബാപ്പുട്ടി മാഷേ, പിന്നെ അബ്ദുറഹ്മാക്കാട്, പിന്നെ ബാപ്പുട്ടി മാഷ എന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്. പിന്നെ രാമന്തോളിൽ പണ്ട് മുതൽക്കേ ദേശീയ മുസ്ലിങ്ങളുടെ പാരമ്പര്യം നിലനിർത്തേണ്ട ഒരു പ്രദേശം കൂടിയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായി പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസമായ വളർച്ചയ്ക്ക് വളരെ ബാപ്പുട്ടി മാഷൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നതായി ഈ സ്കൂള് അങ്ങനെ നിലനിർത്തണമെങ്കിൽ ഇപ്പോൾ ആരാ ശ്രമിക്കേണ്ടത്? ഗവൺമെൻറ്റാണ് ശ്രമിക്കേണ്ടത്. സർക്കാരിന് വേണമെങ്കിൽ ഈ സ്കൂൾ പിന്നെ ഇതിൻ്റെ കസ്റ്റോഡിയൻ ഇപ്പോൾ ശരിക്കും ഗവൺമെൻറ് ഏറ്റെടുക്കുകയാണെങ്കിൽ ആവേണ്ടത് രാമന്തോൾ പഞ്ചായത്ത് മെമ്പറോടും കൂടിയുള്ള ഒരു അപേക്ഷയാണ്. എന്ത് വേണം? ഈ സ്കൂള് സർക്കാർ ഇപ്പോൾ ഈ കൊല്ലം നമുക്കൊരു പ്രവേശനം നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഈ സർക്കാർ ഏറ്റെടുത്തുകൊണ്ട് ഈ സ്കൂളൊന്ന് പുനർസംഘടിപ്പിച്ച് പ്രവർത്തന നിരതമാക്കി ഇത് നിലനിർത്തണമെന്നാണ്. അതാണ് പുലാമന്തൂർ സ്കൂളിലെ അവിടെ സ്കൂളിനെ വർഷങ്ങളായി കാണുന്ന, അതിനൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളുടെ ആവശ്യം, അവരുടെ ആഗ്രഹം അതാണ്. പക്ഷേ എന്താണ്, സ്കൂൾ പൂട്ടുകയാണ്. ദുഃഖകരമായ വാർത്തയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.